ഒരിക്കൽ ശാന്തമായ ഒരു കാട്ടിൽ തിളങ്ങുന്ന ചിറകുകളുള്ള ഒരു ചെറിയ പക്ഷി ജീവിച്ചിരുന്നു. പറക്കുന്നത് അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അവളതിനെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അവൾക്കൊരു വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമെല്ലാം ഒരു ചെറിയ കല്ലിൽ അവൾ കുത്തിവെക്കുമായിരുന്നു. സന്തോഷം നൽകുന്ന കാര്യങ്ങളായാലും വിഷമം നൽകുന്ന കാര്യങ്ങളായാലും അതെല്ലാം തന്നെ നമ്മൾ ഓർത്തു വെക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പാവം കിളിയായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവളൊരു പുതിയ കല്ലെടുത്ത് അവളുടെ ചിന്തകൾ ആ കുഞ്ഞു കൊക്കുകൾ ഉപയോഗിച്ച് അതിലെഴുതി വയ്ക്കുമായിരുന്നു. എന്നിട്ട് ആ കല്ലുകളെല്ലാം ഒരു ചെറിയ സഞ്ചിയിൽ നിറച്ച് അവൾ എവിടേക്ക് പറക്കുമ്പോഴും അതും കൂടെ ചേർത്ത് പിടിച്ച് പറക്കുമായിരുന്നു. ഈ കല്ലുകൾ ശേഖരിക്കുന്നത് അവൾ ഒരുപാട് ആസ്വദിച്ചിരുന്നു. കാരണം അത് അവളുടെ ഓർമ്മകളാണല്ലോ. ആ കുഞ്ഞു സഞ്ചി അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായി മാറി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ സഞ്ചിയിൽ കല്ലുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അതോടൊപ്പം അതിൻ്റെ ഭാരവും. ആ കുഞ്ഞു പക്ഷിക്ക് അവളുടെ വേഗത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം കൂടുതൽ ഉയരത്തിൽ പറക്കാനുള്ള ക്ഷമതയും. പക്ഷേ അവൾ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ആ കുഞ്ഞു പക്ഷി ഓർമ്മകൾ ശേഖരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ ഒരു വയസ്സൻ മൂങ്ങയെ കണ്ടുമുട്ടി. ആ മൂങ്ങ അവളോട് ചോദിച്ചു, എന്തിനാണ് കുഞ്ഞിക്കിളി നീ ഈ സഞ്ചിയുമായി പറക്കുന്നത്? അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇത് എൻ്റെ ജീവിതമാണ്. എൻ്റെ ഓരോ സന്തോഷങ്ങളും വിഷമങ്ങളും ഞാൻ പഠിച്ച പാഠങ്ങളും എല്ലാം ഇതിലുണ്ട്. ആ മൂങ്ങയ്ക്ക് ഇത് കേട്ടപ്പോൾ ആശ്ചര്യമായി. മൂങ്ങ കിളിയോട് ചോദിച്ചു, നീ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിന് പകരം എന്തിനാണ് ഇന്നലകളുടെ ഭാരവുമായി പറക്കുന്നത്? ആ കുഞ്ഞു കിളിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അവൾ അവിടെ നിന്ന് പറന്നു. പക്ഷെ ആ യാത്ര എന്നത്തേക്കാളും ഭാരം കൂടിയതായിരുന്നു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. അവളുടെ സഞ്ചി ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു. അതൊന്നും എടുത്ത് പൊക്കാൻ പോലും അവൾക്കിപ്പോൾ സാധിക്കുന്നില്ല. അവളുടെ ചിറകുകൾ തളർന്നിരിക്കുന്നു. അവളിൽ ഒരിറ്റു ഊർജം പോലും ബാക്കിയില്ല. അങ്ങനെ ഇരിക്കെ മഴയുള്ളൊരു ദിവസം സുരക്ഷിതമായ ഒരിടം തേടി പറക്കവേ അവൾ വീണു. കല്ലുകളുടെ ഭാരം അവളുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് അവളുടെ ഓർമ്മകളുടെ ഒപ്പം അവളും നിലം പതിച്ചിരിക്കുന്നു. അവൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതിക്കൊണ്ട് നടന്നത് തന്നെ അവളുടെ ജീവനെടുത്തിരിക്കുന്നു. ആ രാത്രി അതുവഴി പറന്നിരുന്ന മൂങ്ങ കുഞ്ഞിക്കിളിയെ കണ്ടു. നിലം പതിച്ച് കിടക്കുന്ന കിളിയെ കണ്ട് മൂങ്ങ ദുഃഖത്തോടു കൂടി കാടിനോട് പറഞ്ഞു, ഓർമ്മകൾ നമ്മെ നയിക്കാനുള്ളതാണ്. അവ പാഠങ്ങളാണ്. അതൊരിക്കലും ജീവിതമെന്ന ഈ യാത്രയിൽ നമുക്കൊരു ഭാരമായി തീരരുത്. ഓർമ്മകളുമായി പറന്ന ഇവൾ ജീവിക്കാൻ മറന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഈ കുഞ്ഞിക്കിളിയെ പോലെയാണ്. കഴിഞ്ഞുപോയ കാലത്തെ സന്തോഷവും സങ്കടവും എല്ലാം നമ്മളും മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ട്. പക്ഷേ ലൈഫ് ഈസ് ഓൾ അബൌട്ട് ലെറ്റിംഗ് ഗോ. കഴിഞ്ഞ കാലത്തിൽ ജീവിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ ഒരു നിമിഷത്തെ മനോഹരമാക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ forgive, forget and move on. പുതിയ അവസരങ്ങൾ, പാഠങ്ങൾ, ആളുകൾ, അതിലേക്ക് ചുവടുവയ്ക്കുക. And always be grateful, be patient and move forward.